He never played for personal milestones, not chased the 100. A selfless knock. Always a team man. സഞ്ജു വി സാംസൺ. ഈ ലോകകപ്പ് തുടങ്ങുന്നതിനേക്കാൾ മുന്നേ താൻ ടീമിൽ ഉണ്ടാകുമോ എന്നുപോലും ആശങ്കയിലുണ്ടായിരുന്ന ഒരു കളിക്കാരൻ. ആ കളിക്കാരനാണ് ഇന്ന് 89. നമുക്കറിയാം, ഒരു ഇന്ത്യക്കാരൻ സെമി ഫൈനൽ നോക്കൌട്ട് മത്സരങ്ങളിൽ ഇത്രയും ഉയർന്ന സ്കോർ നേടുന്നത് വിരാട് കോഹ്ലിക്ക് ശേഷം മറ്റൊരു കളിക്കാരനാണ് സഞ്ജു വി സാംസൺ. കഴിഞ്ഞ കളി നമ്മൾ ഓൾറെഡി കണ്ടതാണ്, അദ്ദേഹത്തിൻ്റെ വിശ്വമായിട്ടുള്ള ഒരു ഇന്നിങ്സ്. അതെ, ഇന്ന് അദ്ദേഹം കളി തുടങ്ങുന്നതിനേക്കാൾ മുന്നേ തന്നെ പല ആളുകളും പറഞ്ഞു ആർച്ചറിനെ നേരിടുമ്പോൾ ശ്രദ്ധിക്കണം, അഭിഷേക് ശർമ്മക്ക് സ്ട്രൈക്ക് മാറിക്കൊടുക്കണം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടായിരുന്നു. എന്നാൽ താൻ ഒന്നാമത്തെ ഓവർ മുതൽ തൻ്റെ ഇൻറ്റൻഷൻ വളരെ കൃത്യമായിരുന്നു. ആർച്ചറിനെതിരെ നടത്തിയ ഒരു 4, ഒരു 6 എത്ര മനോഹരമായിട്ടാണ് സഞ്ജു വി സാംസൺ കളിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആ ഇന്നിങ്സ് 89 റൺസിൽ 13ാമത്തെ ഓവറിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹത്തിന് ഇനിയും 7 ഓവർ ബാക്കിയുണ്ടായിരുന്നു. ഒരു സെഞ്ചുറി അടിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പന്തുകൾ ബാക്കിയുണ്ടായിരുന്നു. തൻ്റെ ആവശ്യം സെഞ്ചുറിയല്ല, ടീമിൻ്റെ സ്കോർ ഉയർത്തുക എന്ന ഒരൊറ്റ ലക്ഷ്യമാണ്. അതുകൊണ്ടാണ് എപ്പോഴും സഞ്ജു വി സാംസണിനെ ആൾവേസ് എ ടീം മാൻ എന്ന് പറയുന്നത്. നിസ്സംശയം നമുക്ക് പറയാം, അദ്ദേഹം വ്യക്തിഗത സ്കോറിന് വേണ്ടി കളിക്കുന്ന, അല്ലെങ്കിൽ തൻ്റെ വ്യക്തിഗത നേട്ടങ്ങൾക്ക് വേണ്ടി കളിക്കുന്ന ഒരു കളിക്കാരനെ അല്ല. അദ്ദേഹം എപ്പോഴും ടീമിന് എന്താണ് ആവശ്യം അത് പൂർണ്ണമായിട്ട് നിർവഹിക്കുന്ന ഒരു കളിക്കാരനാണ്. അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്കൊക്കെ അദ്ദേഹത്തോട് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം തോന്നുന്നത്. ഓൾവേസ് സഞ്ജു വി സാംസൺ.